So next topic we have to learning is concept of accounting. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം. ഇപ്പം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിനെ ഗ്യാപ്പ് എന്ന് പറയും. പലപ്പോഴും കാറ്റിന്റെ പരീക്ഷയ്ക്ക് ഗ്യാപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗ്യാപ്പ് അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: a widely accepted set of rules, conventions, standards and procedures for reporting financial information and is established by Financial Accounting Standard Board. എന്താണ് ഗ്യാപ്പ്? ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന റൂളുകളെയും കൺവെൻഷനുകളെയും സ്റ്റാൻഡേർഡുകളെയും പ്രൊസീജിയറുകളെയുമാണ് പറയുന്നത്. ഓക്കെ, ഈ ഗ്യാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നവരാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അഥവാ FASB ആണ്. GAAP refers to the common set of accounting principles, standards and procedures used by the companies to compile their financial statement. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ കമ്പയൽ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുകളെയും സ്റ്റാൻഡേർഡുകളെയും പ്രൊസീജിയറുകളെയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഗ്യാപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടാകാം? സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവാം. ഓക്കെ, ഈ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്ന ആരായിരിക്കും? പോളിസി ബോർഡുകളായിരിക്കും. Then commonly accepted method of recording and reporting accounting information. അക്കൗണ്ടിങ് ഇൻഫർമേഷനുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്ന മെത്തേഡുകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, and the next is purpose of GAAP. What is the purpose of GAAP? To provide investors with an optimum level of consistency in the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് മാക്സിമം സ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഗ്യാപ്പ് കൺസിഡർ ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ടു അനലൈസ് ആൻഡ് കമ്പയർ ദ കമ്പനീസ് ഫോർ ഇൻവെസ്റ്റിംഗ് പർപ്പസ്. ഇൻവെസ്റ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കമ്പയർ ചെയ്യാനെ കൊണ്ടും അനലൈസ് ചെയ്യിപ്പിക്കാനെ കൊണ്ടും ഇത് സഹായിക്കുന്നു. ഗ്യാപ്പിനകത്ത് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. റവന്യൂ റെക്കഗ്നൈസേഷൻ, ബാലൻസ് ഷീറ്റ് ഐറ്റം ക്ലാസിഫിക്കേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ മെഷർമെന്റ്, ഇവയൊക്കെയാണ് ഗ്യാപ്പിനകത്ത് കവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതും ചോദിച്ചിട്ടുണ്ട്. സോ നൗ വി ഡിസ്കസ്ഡ് അബൌട്ട് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യമേ പറയുന്നതാണ് പബ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഈസ് പബ്ലിഷ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അക്കൗണ്ടിംഗ് ഇൻഫർമേഷനുകൾ ഏത് രൂപത്തിലാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്ന രൂപത്തിലാണ്. അടുത്ത മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ആർ ദ ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വാട്ട് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 2 എണ്ണമല്ല 3 എണ്ണമാണ്. ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കമ്പനികൾക്കൊക്കെയാണ് വരുന്നത്. സോൾ ട്രേഡർക്ക് മാത്രമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രമാണ്. ഓക്കെ, ഇനി അത് ശ്രദ്ധിച്ചോണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ദ നെറ്റ് ബിസിനസ് റിസൾട്ട്. ബിസിനസിന്റെ നെറ്റ് റിസൾട്ടുകളാണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ സർട്ടൻ പീരീഡ്. അതായത് പ്രത്യേക കാലയളവിലേക്കുള്ള ബിസിനസിന്റെ ലാഭങ്ങളും നഷ്ടങ്ങളും അറിയുന്നതിന് വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബിസിനസിന്റെ പെർഫോമൻസ് അറിയുന്നതിന് വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റോ എക്സ്പ്ലെയിൻ ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ ബിസിനസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസം, അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രത്യേക ദിവസമാണ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അറിയുന്നതിന് വേണ്ടിയാണ് ബാലൻസ് ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. Then describe cash flow statement. Describe the movement of cash from one day to another. ഒരു ഡേറ്റിൽ നിന്നും മറ്റൊരു ഡേറ്റിലേക്കുള്ള ക്യാഷിന്റെ മൂവ്മെന്റുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് കാണിക്കുന്നത്. Since these statements are meant to be used by different stakeholders. Stakeholders എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തൽപര കക്ഷികൾ. ഇത് പല തൽപര കക്ഷികളാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് it is necessary that the information contained in them is based on the definite principle, concrete concept, well accepted conventions. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനുകൾ കൃത്യമായ പ്രിൻസിപ്പിൾ ഉണ്ടാവണം, കൺസെപ്റ്റുകൾ ഉണ്ടാവണം, കൺവെൻഷനുകളും ഉണ്ടാവണം. സോ വാട്ട് ഈസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ്? നോക്കാം. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഗൈഡ്ലൈൻസ് ദാറ്റ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ഫോർ സയന്റിഫിക് അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ. അക്കൗണ്ടിങ് ചെയ്യുന്ന രീതികളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്
ഏതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ബേസിക് ഗൈഡ് ലൈൻ. ഓക്കെ, they get how the transactions are to be recorded and reported. എങ്ങനെയാണ് ഇടപാടുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് കാണിക്കുന്നത്. They assure uniformity and understandability. ഇതെന്തിന് കാരണമാകുന്നു? യൂണിഫോമിറ്റിക്കും അണ്ടർസ്റ്റാൻഡബിലിറ്റിയും കാരണമാകുന്നു. യൂണിഫോമിറ്റി എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ കൊണ്ടുപോകാം. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ ഇത് രണ്ടിനും സാധിക്കുന്നു. അക്കൗണ്ടിങ് കൺസെപ്റ്റ് lay down the foundation for accounting principles. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകളുടെ ഫൗണ്ടേഷനുകളാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. These are ideas at the mental level and self-evident. ഇതെന്താണ്? ഒരു മെന്റൽ ലെവൽ ആയിട്ടുള്ള ഐഡിയകളാണ്. അതേപോലെ തന്നെ ഓരോ ആൾക്കാരും അവരുടെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സെൽഫ് എവിഡന്റ് എന്ന് പറയുന്നത്. Ensure that the financial facts are recorded on sound basis and logical consideration. അതായത് സാമ്പത്തികപരമായ ഇടപാടുകളെല്ലാം കൃത്യമായ അടിസ്ഥാനത്തിൽ, വളരെ യുക്തിസഹജമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. അക്കൗണ്ടിങ് കൺവെൻഷൻ represents the methods or procedures that are widely accepted. എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുന്ന ചില മെത്തേഡുകളും പ്രൊസീജിയറുകളുമാണ് അക്കൗണ്ടിങ് കൺവെൻഷനകത്ത് ഉണ്ടാവുന്നത്. When transactions are recorded or interpreted, they follow the conventions. എപ്പോഴാണോ ഈ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, അപ്പോൾ അവർ കൺവെൻഷൻ ഫോളോ ചെയ്യണം. Many times the term principles, concept and conventions are used interchangeably. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രിൻസിപ്പിളുകൾ, കൺസെപ്റ്റുകൾ, കൺവെൻഷനുകൾ ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കും, ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കും. ഓക്കെ, so now we discuss about professional accounting bodies. So professional accounting bodies have to publish the statement of this concept. ഈ കൺസെപ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? ഈ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസുകളാണ്. Over the years, many of these concepts have been challenged as outlived. പല കൺസെപ്റ്റുകളും ചോദ്യം ചെയ്യപ്പെടുകയും മാറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. However, no major deviation have yet been made. ഇപ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. മോഡേൺ ഡെവലപ്മെന്റ്, പാത്ത് ബ്രേക്കിംഗ് ഐഡിയാസ് ഹാവ് എമേർജ്ഡ്. എന്താണ് ഇത്രയും നാളും പൊക്കോണ്ടിരിക്കുന്ന ഒരു രീതിയൊക്കെ പലപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ, മോഡേൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സംടൈംസ് require companies to record and report transactions not necessarily based on long standing concept. ഒരു ലോങ് സ്റ്റാൻഡിങ് കൺസെപ്റ്റിനെ ആശ്രയിക്കാതെയുള്ള രീതിയിലുള്ള ട്രാൻസാക്ഷൻസുകളെല്ലാം റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടി വരുന്നുണ്ട് കമ്പനികൾക്ക് എപ്പോഴാണ്? ഈ പുതിയ രീതികൾക്കനുസരിച്ച്. സോ അത് വിട്ടേക്കുക. പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഇതിനകത്ത് ശ്രദ്ധിച്ചോണേ, ബേസിക് അസംഷൻസുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കാണാതെ പഠിച്ചേക്കണം. ബേസിക് പ്രിൻസിപ്പിളുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കാണാതെ പഠിച്ചേക്കണം. മോഡിഫൈങ് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കാണാതെ പഠിച്ചേക്കണം. ഈ പേരുകൾ കൃത്യമായി കാണാതെ പഠിച്ചേക്കണം. ഓക്കെ, അപ്പം ബേസിക് അസംഷൻസ്. ഒന്നാമത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇൻഡിവിജ്വൽ ഹു ഓൺ ഓർ മാനേജ് ഇറ്റ്. എന്താണ്? ബിസിനസിനെ ഓൺ ചെയ്യുകയോ മാനേജ് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ബിസിനസിനെ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അതായത് ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. When recording the transaction, the question considers how does the effect of the business entity. ഒരു ഇടപാട് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ബിസിനസ് എൻറ്റിറ്റിയെ ഇഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. The effect on owners or managers is irrelevant. ഒരു ഇടപാട് മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഓണേഴ്സിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള കാര്യം പ്രാധാന്യമേ ഇല്ല. ബിസിനസിനെ ഇതെങ്ങനെ ബാധിക്കുന്നു, ഒരു ഇടപാട് നടക്കുമ്പോൾ അത് ബിസിനസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് അതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. The concept enables recording of transaction between business and its owners, managers and stakeholders. Okay, അതായത് ബിസിനസ്, അതേപോലെ ഓണേഴ്സ്, മാനേജേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവരൊക്കെ തമ്മിലുണ്ടായിരിക്കുന്ന ഇടപാടുകളെല്ലാം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടും. In law, sole proprietorship does not distinguish owner and business, but accounting maintains the distinction. നിയമപ്രകാരം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഓണറും ബിസിനസ്സും ഒരാൾ തന്നെയാണ് നിയമത്തിന്റെ കണ്ണിൽ. പക്ഷെ അക്കൗണ്ടിങ്ങിന് കണ്ണിൽ എന്താണ്? ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഇൻ ലിമിറ്റഡ് കമ്പനീസ് ദ ഡിസ്റ്റിങ്ഷൻസ് ആൾസോ ലീഗലി റെക്കഗ്നൈസ്ഡ്. എന്നാൽ ഈ ലിമിറ്റഡ് കമ്പനികളെ കാണുകയെങ്കിൽ, LLPകളെ കാണുകയെങ്കിൽ, കമ്പനികളെ കാണുകയെങ്കിൽ ഇത് നിയമപ്രകാരവും അങ്ങനെ തന്നെയാണ്. ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. The accountant records all transactions from the business entity point of view. അക്കൗണ്ടന്റ് എല്ലായ്പ്പോഴും എല്ലാ ഇടപാടുകളും ബിസിനസ് എൻറ്റിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ റെക്കോർഡ് ചെയ്യാവൂ. ഓണേഴ്സ് ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. പ്രോഫിറ്റ് ആൻഡ് ഇൻക്രീസ് ദ ഓണേഴ്സ് ഇക്വിറ്റി ബിക്കോസ് ഇറ്റ്സ് ബിലോങ് ടു ദ ഓണേഴ്സ്. നോക്കൂ, ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ
ക്യാപിറ്റൽ കാണിക്കുന്നതിന് പിന്നുള്ള കാരണം എന്താണ്? ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. അടുത്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അസ്യൂം ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഫോർ ആൻ ഇൻഡിഫിനിറ്റ് പീരീഡ്. ബിസിനസ് എന്താണ്? അനന്തമായ കാലയളവിലേക്ക് ഇങ്ങനെ പോകുമെന്നുള്ളൊരു വിശ്വാസത്തെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഞാൻ ഒരു ബിസിനസ് തുടങ്ങുന്നു, അത് കുറേ നാള് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ ഏറ്റെടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു സംഭവത്തെയാണ് എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു ക്ലോസ് ഡൗൺ ഇൻ ദ നിയർ ഫ്യൂച്ചർ. സമീപഭാവിയിലെങ്ങും ബിസിനസ് അടച്ചുപൂട്ടാനെ കൊണ്ട് സാധ്യതയേയില്ല. Based on these assumptions, the entity will continue collecting money from customers. Okay, pay creditors, buy or sell goods, use assets to earn future profit. Your assumptions ന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് പൈസകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുന്നത്, സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്, ബിസിനസിന്റെ വരുമാനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, അസറ്റുകൾ ഉപയോഗിച്ച് ബിസിനസ് ലാഭങ്ങൾ നേടുന്നത്. Without this assumption, asset would need to be continuously valued, which is impracticable. അതായത് ഈ അസംഷൻ ഇല്ല എങ്കിൽ അസറ്റുകളെ നമുക്ക് ഇങ്ങനെ വാല്യൂ ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല, കണ്ടിന്യൂസ്ലി വാല്യൂ ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, allow carrying forward value of assets and liabilities from one accounting year to another. ഒരു അക്കൗണ്ടിങ് ഇയറിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിങ് ഇയറിലേക്ക് അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയൊക്കെ വാല്യൂ എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നതും ഈ അസംഷന്റെ ബേസിലാണ്. It is from the base of for preparation of balance sheet. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ള അടിസ്ഥാനവും എന്ത് തന്നെയാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് തന്നെയാണ്. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. Only those transactions which can be expressed in money are recorded. പണപരമായ ഇടപാടുകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? റെക്കോർഡ് ചെയ്യാറുള്ളൂ. മണി പ്രൊവൈഡ് ദ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. പണം എന്താണ്? എല്ലാ ഇടപാടുകളെയും അളക്കുന്ന ഒരു യൂണിറ്റ് ആണ്. Enabling recording the different types of transaction uniformly. എന്താണ്? പല തരത്തിലുള്ള ട്രാൻസാക്ഷനുകളെല്ലാം ഒരേപോലെ തന്നെ റെക്കോർഡ് ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് ഈ പണം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ലിമിറ്റേഷൻ ഇതാണ്: ദ റിയൽ വാല്യൂ ഓഫ് മണി ഫ്ലക്ച്വേറ്റ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ, എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ് എക്സെട്ര. ബട്ട് അക്കൗണ്ടിങ് ഇഗ്നോർ ദിസ് വെൻ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ്. ഇതിനകത്തുള്ളൊരു ഈ പറയപ്പെടുന്ന മണി മെഷർമെന്റ് കൺസെപ്റ്റിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണത്തിന്റെ മൂല്യം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ആ ഫ്ലക്ച്വേഷൻ ഒരിക്കലും മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം കൺസിഡർ ചെയ്യാറേയില്ല. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ആസ് പെർ ഗോയിങ് കൺസേൺ, ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, എന്നാൽ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിലോ ടു അസസ് ദ പ്രോഫിറ്റ് ഓർ ലോസ്, ബിസിനസ് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി ഡിവൈഡഡ് ഇൻടു ഫിക്സഡ് ടൈം ഇന്റർവെൽസ് നോൺ ആസ് അക്കൗണ്ടിങ് പീരീഡ്. അതായത് ബിസിനസിന്റെ ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ബിസിനസിന്റെ ഈ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈമിനെ കൃത്യമായ ചില ഇടവേളകളായിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ആ ഇടവേളകളെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് period. Many organizations prepare monthly accounts for internal control. Modern accounting systems enable real-time financial statement. Splitting continuous business activities into period is arbitrary but necessary. Okay, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബിസിനസിന്റെ എന്താണ് കാലയളവുകളെ ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് ആർബിട്രറി ആണ്, അതേപോലെ തന്നെ അത്യാവശ്യമാണ്. ഓക്കെ, വളരെ അത്യാവശ്യമാണ്. റവന്യൂ ആൻഡ് എക്സ്പെൻസ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് കെയർഫുള്ളി. എ കോർ ചലഞ്ചിങ് ഇൻ അക്കൗണ്ടിങ്. അപ്പം വരുമാനങ്ങളും ചെലവുകളും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടൻസിക്കകത്ത് ഒരു വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് കാരണം എന്താണ് മക്കളെ? ഈ പറയപ്പെടുന്ന അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് ആണ്. അടുത്താണ് അക്രൂവൽ കൺസെപ്റ്റ്. റെക്കഗ്നൈസ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അക്രൂവൽ കൺസെപ്റ്റിനകത്ത് ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകളും റെക്കോർഡ് ചെയ്യും. ഇതാണ് കടത്തിനുള്ള ഇടപാടുകളും കാശിനുള്ള ഇടപാടുകളും റെക്കോർഡ് ചെയ്യും. ഇൻ ഈച്ച് ട്രാൻസാക്ഷൻ ഓണേഴ്സ് ഇക്വിറ്റി ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി. ഓരോ ഇടപാടുകളും നടക്കുമ്പോഴും ഓണേഴ്സിന്റെ ഇക്വിറ്റി ലാഭത്തിനകത്തൊന്നും ഉണ്ടാവുന്നുണ്ട്, വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആൻ ഒബ്ലിഗേഷൻ ഓർ റൈറ്റ് ഈസ് ക്രിയേറ്റഡ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്കൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു അവകാശം എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോ ഒക്കർ ലേറ്റർ. പൈസ പിന്നീട് എന്ത് ചെയ്യത്തുള്ളൂ? പോവുകയുള്ളൂ. ഓക്കെ, അടുത്താണ് അക്രൂവൽ ഓഫ് റവന്യൂ. നോക്കാം, ഇതിന്റെ ഭാഗമാണ്. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്, ദ ബിസിനസ് ഗെയിൻ ലീഗൽ റൈറ്റ് ടു റിസീവ് മണി ഈവൻ ഇഫ് ദ ക്യാഷ് റിസീവ്ഡ് ലേറ്റർ. എന്താണ്? സാധനങ്ങൾ കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ നിയമപരമായി ഓണർക്ക് പൈസ കിട്ടാനൊക്കെ ഉണ്ടാകും, പക്ഷെ പൈസ പിന്നീടായിരിക്കും എന്ത് ചെയ്യുക? കിട്ടുക. അതിനാണ് അക്രൂവൽ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ സാധനം വിറ്റ ഉടനെ നമ്മളത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Accrual of expense. When goods or services are purchased on credit
ആൻഡ് ഒബ്ലിഗേഷൻ ടു പേ റേസ് ആൻഡ് ദ എക്സ്പെൻസ് മസ്റ്റ് ബി റിലീസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് കടത്തിന് നമ്മൾ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പൈസ കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാവും, പൈസ പിന്നീട് കൊടുത്താലും മതി. ഓക്കെ. മോഡേൺ അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ദ അക്വൽ കൺസെപ്റ്റ് ആൾസോ കാൾഡ് മെർക്കന്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. മോഡേൺ അക്കൗണ്ടിങ് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? അക്വൽ കൺസെപ്റ്റിനെ ആശ്രയിച്ചിട്ടാണ്. അതിനെ മറ്റൊരു പേരിൽ പറയാം മെർക്കന്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അടുത്താണ് ബേസിക് പ്രിൻസിപ്പിൾസ്. അതിനകത്ത് ഒന്നാമത്തെയാണ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് ഡിറ്റർമിൻ വാട്ട് എമൗണ്ട് ഓഫ് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്, നോട്ട് വെദർ ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. എത്രത്തോളം തുക നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, വരുമാനമായിട്ട് കണക്കാക്കണം, ഓക്കെ, എന്നുള്ളതാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് സർട്ടൻലി റിയലൈസബിൾ. എന്താണ്? നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. മിയർ റിസിപ്റ്റ് ഓഫ് ആൻ ഓർഡർ കനോട്ട് ബി ട്രീറ്റഡ് ആസ് റവന്യൂ. ഇതൊക്കെ കാറ്റിന് ശ്രദ്ധിച്ചോണം കേട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓർഡർ കിട്ടി എന്ന് പറയുന്നത് കിട്ടിക്കൊണ്ട് നമുക്കത് റവന്യൂ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഗുഡ്സ് ആർ സപ്ലൈഡ് ആൻഡ് കസ്റ്റമേഴ്സ് ഈസ് ബിൽഡ്. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോഴും കസ്റ്റമറിന് അത് ബില്ല് ചെയ്യുമ്പോഴും ആയിരിക്കണം. സാധനങ്ങൾ സപ്ലൈ ചെയ്തു, അത് ബില്ലും കൂടെ ചടിച്ചാൽ മാത്രമേ റവന്യൂ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ. This prevents recognition of unearned or unrealized income, thereby avoiding inflated profit. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാത്ത വരുമാനങ്ങൾ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത വരുമാനങ്ങൾ വരുമാനമായി കാണിക്കത്തില്ല. അതിന്റെ ഭാഗമായി ലാഭം കൂട്ടി കാണിക്കേണ്ട ആവശ്യകതകളും വരുത്തില്ല. അതിനൊരു ഉദാഹരണം പറയുന്നതാണ്, സെയിൽസ് ഡ്യൂറിംഗ് ദ മന്ത് 25 ലക്ഷമാണ്, കടത്തിനുള്ളതാണ്. പാസ്റ്റ് എക്സ്പീരിയൻസ് ഷോസ് 2% ഈസ് അൺകളക്റ്റബിൾ. 2% എന്തായിരിക്കും? അൺകളക്റ്റബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വരുമാനമായിട്ട് നമുക്ക് എത്ര കണക്കാക്കാൻ പറ്റത്തുള്ളൂ? 24,50,000 കണക്കാക്കാൻ പറ്റത്തുള്ളൂ. മറ്റത് കിട്ടിയാൽ വരുമാനമായി കണക്കാക്കാം. ഓക്കെ. Then matching concept. Every transaction has two effects, revenue effect and expense effect. Okay. This correct profit determination, both revenue and related expense must be recorded in the same accounting period. വരുമാനങ്ങളും ചെലവുകളും എന്തായിരിക്കണം? ആ സെയിം അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലാഭം ഡിറ്റർമിൻ ചെയ്യാനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. റെക്കഗ്നൈസേഷൻ ഓൺലി റവന്യൂ ഇൻഫ്ലേറ്റ് പ്രോഫിറ്റ്, റെക്കഗ്നൈസേഷൻ ഓൺലി എക്സ്പെൻസ് ഡിഫ്ലക്ട് പ്രോഫിറ്റ്. അതായത് വരുമാനം മാത്രം കാണിക്കുകയാണെങ്കിൽ എന്താണ്? ലാഭം കൂടിക്കിടക്കും. ചെലവുകൾ മാത്രം കാണിക്കുകയാണെങ്കിൽ ലാഭം കുറഞ്ഞും കിടക്കും. ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ്, whenever an event has two effects, revenue and expense, both must be matched in the same accounting period. അതായത് വരുമാനങ്ങളും ചെലവുകളും ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? മാച്ച് ചെയ്തിരിക്കണം. Ensure accurate measurement of net profit or loss. എന്താണ്? കൃത്യമായ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത് എന്തേ ഉപയോഗിച്ചിട്ടാണ്? മാച്ചിങ് കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. All significant and material information must be fully disclosed in the financial statement. എല്ലാ പ്രധാനപ്പെട്ട മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷനുകളും നമ്മൾ എന്തിരിക്കണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഡേറ്റ എങ്ങനെ ആയിരിക്കണം? പ്രോപ്പർലി ക്ലാരിഫൈഡ് ആയിരിക്കണം, സമ്മറൈസ്ഡ് ആയിരിക്കണം, അഗ്രിഗേറ്റഡ് ആയിരിക്കണം, എക്സ്പ്ലെയിൻഡ് ആയിരിക്കണം. സോ ഇറ്റ്സ് എംഫസൈസ് മെറ്റീരിയാലിറ്റി, ഒബ്ജക്ടിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്തിനെ സഹായിക്കുന്നു? എന്തു കൂട്ടാൻ സഹായിക്കുന്നു? മെറ്റീരിയാലിറ്റി, ഒബ്ജക്ടിവിറ്റി, കൺസിസ്റ്റൻസി എന്നിവ കൂട്ടാൻ സഹായിക്കുന്നു. Ensure financial statement shows true and fair view. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉറപ്പാക്കാൻ കൊണ്ടും ഇത് സഹായിക്കുന്നു. ഓക്കെ. ദെൻ ഈ കമ്പനി ലോയ്ക്കകത്തൊക്കെ ആണെങ്കിൽ ഓൾറെഡി മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അടുത്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അസറ്റ് റെപ്രസെന്റ്സ് റിസോഴ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് ഒബ്ലിഗേഷൻ റെപ്രസെന്റ്സ് ക്ലെയിം ഓൺ ദ ബിസിനസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അസറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസിന്റെ റിസോഴ്സുകളാണ്, വിഭവങ്ങളാണ്. ഒബ്ലിഗേഷനുകൾ അഥവാ ബാധ്യതകൾ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസിന് മുകളിലുള്ള ക്ലെയിമുകളാണ്, ബിസിനസിന് മുകളിൽ വേറെ ആൾക്കുണ്ടാകുന്ന അവകാശങ്ങളാണ്. ഓക്കെ. ക്ലെയിം എറൈസ് ഫ്രം, ക്ലെയിമുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓണർക്ക് ഓണേഴ്സിന്റെ ഇക്വിറ്റി, അതായത് ക്യാപിറ്റലിന്റെ രൂപത്തിലും ഔട്ട്സൈഡേഴ്സിന്റെ ലയബിലിറ്റികളുടെ രൂപത്തിലുമാണ്. ഇനി ഇവിടെ പറഞ്ഞ ശ്രദ്ധിക്കണം, എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്. ഏതൊരു ഇടപാടുകൾക്കും രണ്ട് ആസ്പെക്ട്സുകളുണ്ട്. വൺ എഫക്റ്റിംഗ് ദ റിസോഴ്സ് ആൻഡ് ദ അതർ എഫക്റ്റിംഗ് ഒബ്ലിഗേഷൻ. ഒന്ന് റിസോഴ്സുകൾ എഫക്ട് ചെയ്യും, മറ്റൊന്ന് ഒബ്ലിഗേഷനുകളും എഫക്ട് ചെയ്യും. ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ബിക്കം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. This foundation of double entry system established by Luco Passoli on 1495. Okay. അപ്പം ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിനകത്താണ് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ്
1495 ഫാദർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റമായ ലൂക്കോ പാസിയോളി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം. ഓക്കെ, ഡ്യുവൽ ആസ്പെക്ട് മീൻസ് ടു എഫക്ട് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ആർ ഈക്വൽ ഇൻ എമൗണ്ട്, ഓപ്പോസിറ്റ് ഇൻ നേച്ചർ. വളരെ പ്രധാനപ്പെട്ടത്. ഡ്യുവൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ഏതൊരു ഇടപാടുകൾക്കും തുല്യമായ തുകയുള്ള വിപരീത സ്വഭാവത്തിലുള്ള ഇഫക്റ്റുകളായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പണ്ട് +1+2 ക്ലാസ്സുകളിലൊക്കെ പറയും ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഏതൊരു ഇടപാടുകൾക്കും 2 ആസ്പെക്ട്സുകളാണുള്ളത്, ഒരു ഡെബിറ്റ് ആസ്പെക്ട്സും ഒരു ക്രെഡിറ്റ് ആസ്പെക്ട്സും. ഓക്കെ, അതിന് കുറച്ചും കൂടെ എഫക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണം റിസോഴ്സുകളെ എഫക്ട് ചെയ്യും, മറ്റൊന്ന് ഒബ്ലിഗേഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. ഓക്കെ, പണ്ടിൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചു, സാറേ കാശ് കൊടുത്ത് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നു, കാരണം അസറ്റ് റിസോഴ്സുകളിലെ എഫക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും റിസോഴ്സ് അത്രയും കൂടും, ഏതാ ഫിക്സഡ് അസറ്റ് അത്രയും കൂടും, കയ്യിരിക്കുന്ന കാശ് അത്രയും കുറയുവാണെങ്കിൽ ഒരു ബാധ്യതയ്ക്ക് തുല്യമാണ് കേട്ടോ. ഓക്കെ, ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഡിറ്റർമിൻ 2 ആസ്പെക്ട്സ്. ഈ ആസ്പെക്ട്സുകളെ രണ്ടെണ്ണത്തെയും ഡിറ്റർമിൻ ചെയ്യാൻ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് കൊണ്ട് സഹായിക്കും. ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ഈസ് ബേസ്ഡ് ഡയറക്ട്ലി ഓൺ ദിസ് കൺസെപ്റ്റ്. നോക്കൂ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്താണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ആൾ അക്കൗണ്ടിംഗ് ഡേറ്റ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ഡോക്യുമെന്ററി എവിഡൻസ്. അക്കൗണ്ടിങ്ങിനകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടായിരിക്കണം. സച്ച് എവിഡൻസ് ഷുഡ് ബി വെരിഫൈഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് പാർട്ടി. അത് വേറെ വെരിഫൈ ചെയ്യാനെ കൊണ്ടും പറ്റണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ യാത്ര ചെയ്ത് കോളേജിലേക്ക് വന്നിരിക്കട്ടെ. അങ്ങനെ യാത്ര ചെയ്ത് കോളേജിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്തു എന്നുള്ളതിനുള്ള തെളിവാണ് ബസ്സിന്റെ ടിക്കറ്റ്. അപ്പൊ ആ ബസ്സിന്റെ ടിക്കറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ഒരു അക്കൗണ്ടന്റ് എന്ത് ചെയ്യത്തുള്ളൂ, സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഇടപാടുകൾക്കും ഒരു ഡോക്യുമെന്ററി എവിഡൻസുകൾ ഉണ്ടായിരിക്കണമെന്ന്. അത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ ഓഡിറ്റർക്ക് അത് വെരിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം. വിത്തൗട്ട് വെരിഫയബിൾ എവിഡൻസ് data become unreliable, may become biased, cannot be trusted. വെരിഫയബിൾ എവിഡൻസ് അല്ല എങ്കിൽ ഡേറ്റകൾ അൺറിയലബിൾ ആണ്, അവ ബയാസ്ഡ് ആണ്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. വെരിഫയബിൾ ആണേലോ അത് ഡിപ്പെൻഡബിലിറ്റി ആണ്, റിലയബിൾ ആണ്, ഒബ്ജക്റ്റീവ് ആണ്, ട്രസ്റ്റ്വർത്തിനെസ് ആണ്. ഓക്കെ, ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷനുകളെയൊക്കെ എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും, നമുക്ക് വിശ്വസിപ്പിക്കാനെ കൊണ്ട് സാധിക്കും. അടുത്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. All transactions are recorded at the actual cost, that is invoice price, at when they are occurred. അതായത് ഏതൊരു ഇടപാടുകൾ നടക്കുമ്പോൾ എന്ത് വിലയാണ് ഉള്ളത് ആ വിലയിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. പ്രിവെന്റ് അസൈനിങ് ആർബിട്രറി ഓർ എസ്റ്റിമേറ്റ് വാല്യൂ. എന്താണ് ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ഒന്നും നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എത്രയാണ് ഉണ്ടായിരിക്കുന്നത് അത് തന്നെ കൃത്യമായിട്ട് എഴുതണം. When an asset is purchased, it is recorded at original cost. അസറ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ബേസ്ഡ് ഓൺ ദിസ് കോസ്റ്റ്. ഡിപ്രീസിയേഷൻ എന്തിനുമുള്ളായിരിക്കണം? ഈ കോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. അപ്പൊ അസറ്റുകൾ, ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കുന്ന വിലയിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന്റെ ലിമിറ്റേഷൻ ആണ്, ബാലൻസ് ഷീറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, അടുത്തതാണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കൺസെപ്റ്റ്. ഇത് തന്നെയാണ് ഓൾറെഡി പഠിച്ചേക്കുന്നത്. States what is received is equal to what is given. Okay, that is debit is equal to credit. കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ expense plus losses plus asset is equal to revenue plus gain plus liabilities. Okay, after setting of the income versus expense and gains versus losses, asset is equal to liability. In full form, asset is equal to equity plus external liabilities. This is also known as accounting equation that we have to already discussed. ഓക്കെ, പിന്നെ വീണ്ടും ഒരു മറ്റൊരു രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്തു തന്നു. So now we have to discuss about modifying principles. Modifying principlesനകത്ത് ഒന്നാമത്തെയാണ് the concept of materiality. എന്താണ് ഈ മെറ്റീരിയാലിറ്റി എന്ന് നോക്കാം. മെറ്റീരിയാലിറ്റി ഈസ് കൺസിഡേർഡ് മോർ എ കൺവെൻഷൻ ദാൻ എ കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റിനേക്കാളുപരി ഒരു കൺവെൻഷനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. It states that while recording the transaction, only those with a material effect on profitability or financial position require special consideration. എന്ന് ചെയ്യുന്നത് എന്താണ്? അതായത് നമ്മളൊരു ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഫിനാൻഷ്യൽ പൊസിഷന് മുകളിലോ പ്രോഫിറ്റിന് മുകളിലോ
മെറ്റീരിയലായിട്ട് ഇഫക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഐറ്റങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രത്യേകമായി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് സ്മാൾ ട്രാൻസാക്ഷൻ ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ബുക്സ്. ഇതിന്റെ അർത്ഥം ചെറിയ ഇടപാടുകളെ ബുക്കിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളത് അല്ല. The principle means importance should be given to material details, while insignificant detail may be ignored for specific accounting decisions. എന്ന് വെച്ചാൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽസുകൾ നൽകണം, പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വലിയ ഡീറ്റെയിൽസ് ഒന്നും നൽകേണ്ട ആവശ്യകതകൾ ഇല്ല. മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റീവ് ആൻഡ് ഡിസിഷൻ മസ്റ്റ് ബി മെയ്ഡ് കേസ് ബൈ കേസ്. മെറ്റീരിയൽ എന്താണെന്നുള്ളത് സബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഓരോന്നിനെ ആശ്രയിച്ചിട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഒരു സ്ഥാപനത്തിലെ മെറ്റീരിയൽ വേറൊരു സ്ഥാപനത്തിൽ മെറ്റീരിയൽ ആകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ഇല്ല. ഓക്കെ, ദെൻ മെറ്റീരിയൽ ക്യാൻ ബി റിലേറ്റഡ് ടു. മെറ്റീരിയൽ എന്തുമായിട്ടൊക്കെയാണ് ബന്ധപ്പെടുന്നത്? മെറ്റീരിയൽ ക്യാൻ ബി റിലേറ്റഡ് ടു ഇൻഫർമേഷൻ. മെറ്റീരിയൽ എന്തുമായി ബന്ധപ്പെടാം? ഇൻഫർമേഷനുകളുമായി ബന്ധപ്പെടാം. മെറ്റീരിയൽ ക്യാൻ ബി റിലേറ്റഡ് ടു ഇൻഫർമേഷൻ. മെറ്റീരിയൽ ഇൻഫർമേഷനുകളുമായി ബന്ധപ്പെടാം. അതേപോലെ തന്നെ എമൗണ്ടുമായി ബന്ധപ്പെട്ടും മെറ്റീരിയാലിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ പ്രൊസീജിയർ, ഏത് രീതിയാണ്, എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ ആണെന്ന് പറയാം. നേച്ചറിനെ സംബന്ധിച്ച്, അതായത് ഓരോ ഐറ്റങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിട്ട് നമുക്ക് മെറ്റീരിയാലിറ്റി ഡിറ്റർമിൻ ചെയ്യാം. ഇമ്മെറ്റീരിയൽ ഐറ്റം മേ ബി ഇഗ്നോർഡ് ഫോർ വാല്യുവേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ ബട്ട് മസ്റ്റ് സ്റ്റിൽ ബി റെക്കോർഡഡ്. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റങ്ങൾ, പ്രാധാന്യമില്ലാത്ത ഐറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. പക്ഷെ അത് കൃത്യമായി എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് ദ കൺസെപ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി. വൺസ് എ ബിസിനസ് അഡോപ്റ്റ് എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് മെത്തേഡ്, ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഇറ്റ് കൺസിസ്റ്റന്റ്ലി എവറി ഇയർ. അതായത് ഒരു കൊല്ലം ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും ഒരു ഐറ്റത്തെ പ്രത്യേകമായ ഒരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് തന്നെ ആയിരിക്കണം പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഒരു വർഷം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ എല്ലാ കൊല്ലവും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ചേഞ്ച് ഇൻ മെത്തേഡ് ഈസ് അലൗഡ് ഓൺലി വിത്ത് എ വാലിഡ് റീസൺ. ഇനി മാറ്റണമെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടായിരിക്കണം. ഇഫ് കൺസിസ്റ്റൻസി ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിക്കം നോൺ കമ്പയറബിൾ ഓവർ ദി ഇയേഴ്സ്. കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കൺസിസ്റ്റൻസി പ്രിവെന്റ് വിൻഡോ ഡ്രസ്സിംഗ്, ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ ഓഫ് റിസൾട്ട്. കൺസിസ്റ്റൻസി ഉണ്ട് എങ്കിൽ വിൻഡോ ഡ്രസ്സിങ്ങുകൾ നമുക്ക് ഒഴിവാക്കാൻ കൊണ്ട് സാധിക്കും. കൺസിസ്റ്റൻസി മേ ബി ഡിഫിക്കൽട്ട് ഇഫ് ദ ബിസിനസ് ഓപ്പറേറ്റ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് വിത്ത് ഡിഫറെന്റ് ലീഗൽ റിക്വയർമെന്റ്. എന്നാൽ പല രാജ്യങ്ങളിൽ പലതരത്തിലുള്ള നിയമവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കൺസിസ്റ്റൻസി പലപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അതാണ് ദ കൺസർവേറ്റിസം കൺസെപ്റ്റ്. ബേസ്ഡ് ഓൺ prudence and skepticism, ensuring financial statement did not present an overly optimistic view. അതായത് പ്രുഡൻസും സ്കെപ്റ്റിസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും നമുക്കൊരു ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ദ കൺസെപ്റ്റ് എൻകറേജ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് റാദർ ദാൻ ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് നെറ്റ് ഇൻകം ആൻഡ് നെറ്റ് അസറ്റ്. ഇവിടെ എന്താണ്? നമ്മളുടെ വരുമാനത്തെയും അസറ്റുകളെയും കുറച്ച് കാണിക്കാനെ കൊണ്ടാണ് ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ദ ട്രഡീഷണൽ വ്യൂസ് ആന്റിസിപ്പേറ്റഡ് നോ പ്രോഫിറ്റ് ബട്ട് റെക്കഗ്നൈസ് ഓൾ ലോസ്. ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെല്ലാം മനസ്സിൽ വെക്കുക, പക്ഷെ ലാഭങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. 2 key rules. ഡിലേ റെക്കഗ്നൈസ് ഇൻകം അണ്ടിൽ റീസണബിളി സർട്ടൻ. അതായത് വരുമാനങ്ങൾ കൃത്യമായിട്ടില്ല എങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്കറിയാലോ, നമുക്ക് എവിടെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ എങ്ങോട്ടെങ്കിലും കൊടുക്കാനിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ടേ ഇരിക്കത്തില്ല. അതാണ് കൺസെപ്റ്റ്. റെക്കഗ്നൈസ് ലോസ് ഓർ എക്സ്പെൻസസ് ഇമ്മീഡിയറ്റ്ലി വിത്ത് വെൻ റീസണബിളി ഷുവർ. കൊടുക്കാറായെന്ന് കാണുവാണെങ്കിൽ ആ നഷ്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്യുക. അടുത്താണ് ടൈംലിനെസ് കൺസെപ്റ്റ്. എവറി ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് അറ്റ് എ പ്രോപ്പർ ടൈം. എല്ലാ ഇടപാടുകളും പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ റെക്കോർഡ് ചെയ്യുക. ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ സെയിം ഡേറ്റ് ഓൺ വിച്ച് ദേ ഒക്കർ. ഇടപാടുകൾ എപ്പോഴാണോ നടക്കുന്ന ആ ഡേയിൽ തന്നെ എന്ത് ചെയ്യണം? അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഡിലേ ഇൻ റെക്കോർഡിംഗ് മേ ലീഡ്സ് ടു മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. റെക്കോർഡിംഗ്
ചെയ്യുന്നത് ഡിലേ ചെയ്യുകയാണെങ്കിൽ, താമസിക്കുകയാണെങ്കിൽ അക്കൗണ്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കാരണമുണ്ട്. വൗച്ചർ മിസ്പ്ലേസ് ചെയ്യാനെ കൊണ്ടോ ലോസ് ആവാനെ കൊണ്ടുള്ള സാഹചര്യം ഉണ്ടാകും. ക്യാഷോ ഗുഡ്സോ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു പോകാം. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ക്രിട്ടിക്കൽ ഫോർ വെരിഫൈങ് ഡെയിലി ക്യാഷ് ബാലൻസസ്. ഡെയിലി ആയിട്ടുള്ള ക്യാഷ് ബാലൻസുകളൊക്കെ വെരിഫൈ ചെയ്യാൻ കൊണ്ട് വളരെ പ്രാധാന്യമാണ്. ബാങ്ക് സ്ട്രിക്ട്ലി ഫോളോ ദിസ് പ്രിൻസിപ്പിൾ ബൈ വെരിഫൈങ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ ക്യാഷ് ബുക്ക് ഓൺ ദ സെയിം ഡേയ്സ്. ബാങ്കുകൾ ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ക്യാഷ് ബുക്കുകളൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യാനെ കൊണ്ട് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഇൻഡസ്ട്രി പ്രാക്ടീസ്. ഡിഫറെന്റ് ഇൻഡസ്ട്രി ഹാവ് ഡിസ്റ്റിങ് ക്യാരക്ടറിസ്റ്റിക്സ് ലീഡിങ് മോഡിഫിക്കേഷൻ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസ്. പല വ്യവസായങ്ങൾക്കും പല തരത്തിലുള്ള രീതികളാണ്. ഓക്കെ, ഇപ്പൊ ബാങ്കിങ് കമ്പനിക്ക് ഒരു രീതിയാണ്, ഇൻഷുറൻസ് കമ്പനിക്ക് വേറൊരു രീതിയാണ്. അതൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ കിടപ്പുണ്ട്. ഓക്കെ, അതായത് ഇന്റർമീഡിയറ്റ് ലെവലൊക്കെ പഠിക്കാൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയുടെയും ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് അക്കൗണ്ടിങ്ങിലും വ്യത്യാസം വരും. ബിസിനസ് മേ ബി ഫോളോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇൻ എ മോഡിഫൈഡ് മാനർ ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി സ്പെസിഫിക് നീഡ്സ്. ഇൻഡസ്ട്രിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകൾ ഫോളോ ചെയ്യുന്നത്. ദ പ്രിവെയിലിംഗ് അക്കൗണ്ടിങ് പ്രാക്ടീസ് ഇൻ ദ ഇൻഡസ്ട്രീസ് ജനറലി ഫോളോഡ്. ഓക്കെ, ഓരോ ഇൻഡസ്ട്രികളും അവരവരായിട്ടുള്ള രീതികളായിരിക്കും, അക്കൗണ്ടിങ് പ്രാക്ടീസുകളായിരിക്കും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ നമ്മുടെ പാർട്ട് 2 അല്ല, പാർട്ട് 3 എന്ത് ചെയ്തിരിക്കുകയാണ്, അവസാനിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്ത് ചെയ്തേക്കുക, താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കുക. ഓക്കെ, താങ്ക് യു.